നമസ്കാരം, ശ്രീജറായാണ്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അമ്മനെയൊക്കെ വളരെ മോശമായിട്ട് അധിക്ഷേപിച്ച കൊച്ചു പ്രേമൻ എന്ന ജാൻമണി ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് നമുക്ക് കേൾക്കാം. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സെക്കൻഡ് പോയിന്റിൽ എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവരെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ ഇതാണ് നമ്മുടെ ഇവിടെ തന്നെ അല്ല ഡൽഹിയിലെ ഒരു കോണ്ടന്റ് ഡൽഹിയിലത്തെ കണ്ടന്റ് ഡൽഹിയിൽ വന്നൊരു സംഭവം, ഡൽഹിയിൽ കേട്ടൊരു സംഭവം തന്നെയാണ് പുള്ളി ഇവിടെ കേരളത്തിൽ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞത്. അപ്പൊ ഡൽഹിയിൽ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള നുണകളും കള്ളങ്ങളൊക്കെയാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജാൻമണി പറയണത്. ഇത് ഡൽഹിയിൽ നിന്ന് കിട്ടിയ സംഭവമാണെന്ന്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ല. എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. അയ്യോ, മലയാളം പറഞ്ഞത് ശരിയാകാത്തതിന്റെ കുഴപ്പമൊരിക്കുള്ളൂ. എന്റെ പൊന്നു ജാൻമണി, മലയാളം പറയാം. നിങ്ങൾ കൃത്യമായിട്ട് പറയണ്ട. 1947 നരേന്ദ്രമോദി അച്ഛൻ മരിച്ചു, 1950 നരേന്ദ്രമോദി ജനിച്ചു, അപ്പൊ അമ്മ എങ്ങനെ ഗർഭിണിയാകും, മറ്റതാണ് മറിച്ചതാണ് എന്നുള്ള തരത്തിൽ നല്ല ഞങ്ങൾക്കൊക്കെ നല്ല കൃത്യമായിട്ട് മനസ്സിലാകാൻ മലയാളത്തിലാണ് പറഞ്ഞത്. വെറുതെ കിടന്ന് ഉരുളല്ലേ. മോർണിംഗ് വാക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതമ്പ ഇങ്ങനെയാണ്, ഇതാ ശരിയില്ലതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറഞ്ഞ കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യും, ഡിലീറ്റ് ആക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നീ പറഞ്ഞ വീഡിയോസ് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ അസലായിട്ടുണ്ട്. നീ പറഞ്ഞത് അവര് ഡിലീറ്റ് ആക്കിക്കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ നല്ല അസലായിട്ട് ഇതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ജാൻമണി. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി ആൻഡ് from India, from Kerala, everywhere it was coming. So എനിക്ക് from India, from Kerala. എന്റെ പൊന്നു ജാൻമണി, കേരളം എന്ന് വെച്ചാൽ ഇന്ത്യയിലാണ്. അപ്പൊ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം കേട്ടാ. കേരളം എന്ന് വെച്ചാൽ ഇന്ത്യയിലാണ്, വേറൊരു രാജ്യമല്ല. ആ ചിന്താഗതി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മാറ്റിക്കോട്ടാ ജാൻമണി. എനിക്ക് ആരോഗ്യ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല ഞാൻ ബേസിക്കലി നമ്മുടെ പി എംക്കും ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ ഐ വാസ് ജസ്റ്റ് ആസ്കിങ് ഹൗ കം English. 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking about this content. കണ്ടന്റ്, അതായത് മോദിജിനെ അമ്മയുടെയും മോദിജിനെയും അധിക്ഷേപിച്ചിട്ട് കണ്ടന്റിന് വേണ്ടി പറഞ്ഞാണ്. അയ്യോടാ. And that one's become like a very much viral and people are very much angry. And I never thought like I wants to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റപ്പെട്ടി തന്നെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ട്. കാരണം ചെറിയ കുട്ടി വിചാരിച്ചു നിങ്ങൾ ക്ഷമിക്കണം. അയ്യോടാ, ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് ക്ഷമിക്കണമെന്ന്. അശ്വ പാവല്ലേ. നോക്കിയേ, ചെറിയ കുട്ടി നോക്കിയാ എല്ലാവരും ഒന്ന് ക്ഷമിച്ചു കൊടുത്തേക്കട്ടാ. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ക്ഷമിക്കാനായിട്ട്. വന്നിട്ട് വീഡിയോ ഇട്ടാലേ അങ്ങോട്ട് ക്ഷമിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ ആരാണ്? ഡൽഹിയിൽ നിന്ന് ഇറ്റിയ കണ്ടന്റ് ഇവിടെ വന്നിട്ട് മലയാളത്തിന്റെ ഓൺലൈൻ ചാനലിൽ പറഞ്ഞ് നരേന്ദ്രമോദിനെ മരിച്ചുപോയ അമ്മനെയൊക്കെ അധിക്ഷേപിച്ചിട്ട് ഞങ്ങൾ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് ക്ഷമിക്കണമല്ലേ. സമയം കിട്ടൂലട്ടാ. പിന്നെ അപ്പൊ ഞാൻ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അത് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയി എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. അതായത് ഗൂഗിളിൽ പോയി പറഞ്ഞപ്പോഴാണ് കൃത്യമായിട്ട് സത്യം മനസ്സിലായത്. അതുവരെ ഡൽഹിയിൽ നിന്ന് കിട്ടിയ കണ്ടന്റ് പറഞ്ഞാണ് അപ്പോഴാണ് മിസ്റ്റേക്ക് മനസ്സിലായത്. മനസ്സിലായെങ്കിൽ അവിടെ ഇരിക്കും. സോ എനിക്ക് വളരെ വിഷമം വന്നെ. പിന്നെ ഞാൻ നോക്കിയിട്ട് അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാനൊരു വീഡിയോ ഇതാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനിവൺ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇറ്റ് വാസ് ജസ്റ്റ് റാൻഡംലി സംസാരിച്ച് അതായത് അതിലെ ഈ കാര്യം വന്നത്. പക്ഷെ അത് പോസ്റ്റ് എങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയോ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. കാരണം നോക്കാൻ
with them. നിങ്ങൾക്കറിയാം They have been വെറുതെ ഡയലോഗ് ഇറക്കല്ലേ, നിങ്ങൾക്ക് ലൈക്കും ഷെയറും കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതായത് ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് എല്ലാവരും നരേന്ദ്രമോദിക്ക് എതിരാവും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, എന്നെ പൊക്കിക്കൊണ്ട് നടക്കും എന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ അമ്മാതിരി ഡയലോഗ് പറഞ്ഞത്. നിർത്തിട്ടാ. ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ ആം റിയലി സോറി. സോ എന്റെ ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി ഫോർ. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതേപോലെ തമാശയായിട്ട് ജസ്റ്റ് ലീവ്. അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കും, തമാശയായിട്ട് എടുക്കൂല. നിങ്ങൾ ഫേസ്ബുക്ക് നോക്കിയില്ലെന്ന് പറഞ്ഞല്ല, ഫേസ്ബുക്ക് നോക്കണം. ഫേസ്ബുക്ക് നോക്കാൻ നേരത്തെ കുറെ ഇതുപോലത്തെ കുറെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് കാരണന്മാരുണ്ട് ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്ത് പറഞ്ഞാലും പ്രതികരിക്കാനൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ജെൻസി പിള്ളേര് മാത്രമല്ലെന്ന്, നമ്മുടെ നരേന്ദ്രമോദിക്കും എല്ലാവർക്കും എതിരെയൊക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള വർത്താനം പറഞ്ഞാൽ നല്ല അസ്ഥലായിട്ട് പ്രതികരിക്കും, കേസ് കൊടുക്കും. ഏതായാലും 150 കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ജാൻമണി ഈ മാപ്പ് പറഞ്ഞുകൊണ്ടാ അത് സീരിയസ് ആയിട്ട് എടുക്കല്ലേ, തമാശയായിട്ട് എടുക്കേണ്ട കാര്യം എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ജാൻമണി ഒന്ന് പോലീസും സ്റ്റേഷനും കോടതിയൊക്കെ ഒന്ന് കയറി ഇറങ്ങി നടക്ക്. നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാനുള്ള അവിടെ പറ. ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് ഞങ്ങൾ ചെയ്യും, പ്രതികരിക്കും, പ്രതിഷേധിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് ഒരു മാപ്പുമായിട്ട് എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം മാപ്പുമായിട്ട് വന്ന പരിപാടി അത് അത്ര നല്ലതല്ല. ആ മാപ്പ് സ്വീകരിക്കാനുള്ള ഒരുക്കൂല. അതുകൊണ്ട് ജാൻമണി ചെല്ലി രഞ്ജിനി ഹരിദാസിന് പോയിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കുക.